പ്രിയ ഉപാസിക ഉപാസകരെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും ബുദ്ധധമ്മ സംഘനാമത്തിൽ നമോ ബുദ്ധായ. പ്രബുദ്ധഭാരത സംഘിന്റെ നേതൃത്വത്തിലുള്ള 6ാമത് ധമ്മയാത്ര പദയാത്രയുടെ ഈ സമാപന സാംസ്കാരിക വേദിയിൽ എനിക്ക് ഈ വേദിയിൽ പങ്കെടുത്ത ഓരോ വ്യക്തികൾക്കും, അതിലുപരി 6ാമത് ധമ്മപദയാത്രയിൽ പങ്കെടുത്ത വിശിഷ്ട വ്യക്തികൾ, ഇന്ന് ഈ നിമിഷത്തിൽ ഏറ്റവും വലിയ വിശിഷ്ട വ്യക്തികളും ധമ്മത്തിന്റെ പാതയിൽ ചലിക്കുന്ന വ്യക്തികളുമായിട്ട് ആ 9 പേരാണ് നമുക്കുള്ളത്. അവർക്കും ആശംസകൾ അറിയിക്കാൻ വേണ്ടി എനിക്ക് ഈ വേദി ഒരുക്കി തന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. 5 ധമ്മപദയാത്രകളിലും ഞാൻ പങ്കെടുക്കുകയും അതിന്റെ പ്രാതിനിധ്യത്തെ മനസ്സിലാക്കുകയും അതിലൂടെ ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ് ഞാൻ. എന്നാൽ ഒരു വ്യക്തിയിൽ നിന്നും ഒരു ഉപാസികയായി മാറാൻ ഞാൻ കൂടുതൽ ഇപ്പോൾ ആഗ്രഹിക്കുന്നു. ധമ്മം എന്താണെന്ന് നമ്മൾ ഓരോരുത്തരും പറയുന്നുണ്ടെങ്കിലും അത് ശീലിക്കാൻ നമ്മളാരും ഇപ്പോഴും ശ്രമിച്ചിട്ടില്ല എന്നതാണ് ഈ നിമിഷത്തിൽ ഞാൻ വ്യക്തമാക്കുന്നത്. അത് ഞാൻ ഈ ഒരു നിമിഷത്തിൽ പറയാൻ കാരണമെന്ന് വെച്ചാൽ, സംഘശീല സാറിന്റെ ഇന്നലത്തെ ക്ലാസ്സിലൂടെയാണ് ഞാൻ ഈ ഒരു നിമിഷത്തിൽ ഞാനിത് പറയുന്നത്. ധമ്മത്തെ ഒരു മുഖംമൂടിയായി അണിഞ്ഞ് ജീവിക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. ആ മുഖംമൂടിയെ വലിച്ചെറിഞ്ഞ് ഒരു ഉപാസകൻ എന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ ഒരു ഉപാസക എന്ന നിലയിലേക്ക് നമ്മൾ കടന്നെത്തുമ്പോൾ ആ ധമ്മത്തെ പരിപൂർണമായി നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ഈ 2026 ഈ ധമ്മപദയാത്രയ്ക്ക് വളരെയേറെ പ്രത്യേകത ആർന്ന ഒന്നാണ്. ഏറ്റവും വലിയ പ്രത്യേകതയാണല്ലോ അലോക എന്നുള്ള തെരുവ് നായ. ധമ്മം എന്ന് പറയുന്നത് നല്ലൊരു എനർജിയാണ്. എൻ്റെ ഒരു കൺസിഡറേഷൻ പറയുകയാണെങ്കിൽ ഒരു സമാധാനം. നമ്മൾ നടക്കുന്ന ഓരോ പാതയിൽ പോലും ഒരു സമാധാനത്തിന്റെ എനർജി ചുറ്റിലും കവർ ചെയ്ത് നടക്കുന്നു നമ്മൾ. ആ സമാധാനത്തെ കണ്ടുകൊണ്ടാണ് ഓരോരുത്തരും നമ്മുടെ ഇടയിലേക്ക് കടന്നെത്തുന്നത്. നമ്മൾ അത് പ്രചരിപ്പിക്കാൻ കൂടുതലായി ശ്രമിക്കുക. ആ സമാധാനത്തിന്റെ പാത ഈ നിൽക്കുന്ന ഓരോ വ്യക്തികൾക്കും കൂടുതൽ പ്രചരിപ്പിക്കുന്നതിനനുസരിച്ച് ബൗദ്ധ ആത്മീയത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. അത് ഉൾക്കൊള്ളുന്നതിലൂടെ ഒരു ഉപാസകനായി അല്ലെങ്കിൽ ഒരു ഉപാസകയായി നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്. ആ ഒരു മാറ്റമാണ് നമ്മളിൽ ഓരോരുത്തരും ഉണ്ടാകേണ്ടത്. ധമ്മപദയാത്രയിൽ പങ്കെടുത്ത ഈ 10 പേരിലും ആ ഒരു മാറ്റം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അവര് വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് അതിനെ കേവലം ഒരു നടത്തിയാക്കി മാറ്റാതെ ധമ്മത്തിന്റെ പദയാത്രയാണെന്ന് മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കാൻ സംഘശീല സാർ ഉണ്ടാവുകയും അതിനെ വീണ്ടും കൂടെ ഉത്തേജിപ്പിച്ചുകൊണ്ട്, കാരണം അവരിൽ ഒരു ലക്ഷ്യമുണ്ട്, ധമ്മത്തിന്റെ പദയാത്രയെ കുറിച്ച് അതിന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തെ വീണ്ടും എന്താണ് ആ ലക്ഷ്യത്തെ ഊട്ടിയുറപ്പിക്കുക എന്നുള്ളതിനെ സാർ വീണ്ടും കൂടെ അവർക്ക് പറഞ്ഞു നൽകിയപ്പോൾ അവരൊരു എനർജിയാണ് ആ സമയത്ത് ഉണ്ടായത്. ആ എനർജി ഈ ഒരു നിമിഷത്തിൽ കാണാൻ കഴിഞ്ഞിരിക്കുന്നു. അതിന് വളരെയേറെ സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ ധമ്മപദയാത്രയിൽ പങ്കെടുത്ത എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. മുഖ്യപ്രഭാഷണം നടത്തിയ സംഘശീല സാർ, ഉദ്ഘാടനം നടത്തിയ വിജയൻ സാർ, അവർക്കും എന്റെ ആശംസകൾ അർപ്പിക്കുകയാണ്. അതിലുപരി ഏറ്റവും കൂടുതൽ ഞാൻ ആശംസകൾ അറിയിക്കുന്നത് ഒരു വ്യക്തിക്കും കൂടെ ഉണ്ട്. എന്നെ ഈ ധമ്മത്തിന്റെ പാതയിലേക്ക് കൊണ്ടെത്തിച്ച വ്യക്തികളിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തി കൂടെയാണ് ബാലകൃഷ്ണൻ ചാമക്കുച്ചി സാർ. ഈ ധമ്മത്തിന്റെ ഇത്രയും പവിത്രതയായിട്ടുള്ള ഒരു പാത എനിക്ക് നൽകിയതിൽ വളരെയേറെ സന്തോഷമുണ്ട്. പങ്കെടുത്ത എല്ലാ വ്യക്തികൾക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് നമോ ബുദ്ധായ.